Hi students, Advertisement and Sales Management ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. നമുക്കറിയാം, ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അഡ്വർടൈസ്മെൻറ്റിന് വലിയൊരു പങ്കുണ്ട്. ആളുകളുടെ മനസ്സിലേക്ക് ആ ബ്രാൻഡിനെ പറ്റിയുള്ള ഇമേജ് എത്തിച്ചുകൊണ്ട് അവരെ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് പ്രേരിപ്പിക്കുകയാണ് അഡ്വർടൈസ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. വളരെ മികച്ച അഡ്വർടൈസ്മെൻറ്റുകളുള്ള ഒരു ബ്രാൻഡിന് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് ഇടം നേടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഏതൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന അഡ്വർടൈസിങ്ങിൻ്റെ ഫംഗ്ഷൻ അവിടെ പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ വിവരങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അത് പ്രോപ്പറായിട്ട് എത്തുന്നുണ്ടായിരിക്കണം. എങ്കിലേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതാണ് ഇൻഫർമേഷൻ. എന്ത് കാര്യങ്ങളാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ? പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ആ ബ്രാൻഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, അതിൻ്റെ പ്രൈസ്, ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാമാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അത് വരുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ ഒരു പരസ്യത്തിൽ കൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടുത്ത ഫംഗ്ഷനാണ് പേഴ്സുവേഷൻ. പേഴ്സുവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് പേഴ്സുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പേഴ്സുവേഷൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ വാങ്ങാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നു. ഫോർത്ത് പോയിൻ്റാണ് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായുള്ള പരസ്യങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ആ ബ്രാൻഡിനെ കുറിച്ചുള്ളൊരു ഇമേജ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ കസ്റ്റമർക്ക് ആ ഒരു ബ്രാൻഡിനോടുള്ള വിശ്വാസ്യത വളരെ കൂടും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബ്രാൻഡിനോടുള്ള കസ്റ്റമറുടെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും. അതാണ് ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ മറ്റൊരു ധർമ്മമാണ് റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഒരു ബ്രാൻഡിലേക്ക്, എൻ്റെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് പ്രിഫർ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക, അവരെ റീറ്റെയിൻ ചെയ്ത് നിലനിർത്തുക. അവരെ മറ്റൊരു ബ്രാൻഡിലേക്ക് മാറുന്നതിൽ നിന്ന് ഞാൻ തടയുന്നു. എങ്ങനെ തടയാൻ പറ്റും? എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ മെച്ചപ്പെട്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾ നൽകി കഴിഞ്ഞാൽ എൻ്റെ ഒരു കസ്റ്റമർ മറ്റൊരു ബ്രാൻഡിലേക്ക് മാറുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് തുടർച്ചയായി ഡിസ്കൗണ്ടുകൾ, ഓഫറുകൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് എൻ്റെ ബ്രാൻഡിൽ അവരെ പിടിച്ചു നിർത്തുന്നു. കൂടാതെ പുതിയ കസ്റ്റമേഴ്സിനെ കൂടി ഞാൻ അട്രാക്റ്റ് ചെയ്യിക്കുന്നു. അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടുത്ത ഫംഗ്ഷനാണ് ഓപ്പോസിഷൻ ഓഫ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡിന് ഒരു കോമ്പറ്റീറ്റർ നൽകുന്ന കോമ്പറ്റീഷനിൽ നിന്ന് ഞാൻ അതേ നാണയത്തിൽ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് തിരിച്ചു നൽകുകയാണ് പരസ്യത്തിൽ കൂടി. അതായത് കോമ്പറ്റീറ്റേഴ്സ് എനിക്ക് തരുന്ന വെല്ലുവിളിയെ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റിലൂടെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു പരസ്യം ഇറക്കുമ്പോൾ അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബ്രാൻഡിൽ നിന്ന് എൻ്റെ ബ്രാൻഡ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പരസ്യത്തിനകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെ എനിക്ക് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നുണ്ടാകുന്ന കോമ്പറ്റീഷനെ മറികടക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 6 ഫങ്ഷൻസാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, second one information, third one persuasion, fourth one creation of demand, fifth one retention of customers, sixth one opposition of market competition. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പോളജീസ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം അഡ്വർടൈസിങ്ങിൻ്റെ ഫംഗ്ഷൻസിനെ? ലെവലിൻ്റെ അടിസ്ഥാനത്തിലും നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലും അഡ്വർടൈസിങ് ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഡ്വർടൈസിങ് ഫംഗ്ഷനെ എടുക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി ലെവലിനും സെക്കൻഡറി ലെവലിനും. ഇനി എന്തൊക്കെയാണ് പ്രൈമറി ലെവലിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് സെക്കൻഡറി ലെവലിനകത്ത് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്.
പ്രൈമറി ലെവൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്ന ഫസ്റ്റ് ഫംഗ്ഷനാണ് ഇൻക്രീസിങ് ദ സെയിൽസ് വോളിയം. സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അത് അട്രാക്റ്റീവായിട്ടുള്ള പരസ്യങ്ങൾ വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ സെയിൽസ് കൂടുന്നു. അതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ പ്രൈമറി ഫംഗ്ഷനിൽ ഒന്നാമത്തെയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത പ്രൈമറി ലെവൽ ഫംഗ്ഷനാണ് പേഴ്സുവേഡിങ് ദ ഡീലേഴ്സ് ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതിന് ഡീലേഴ്സിനെ പ്രേരിപ്പിക്കുക. അതായത് ഭാവിയിൽ ഈ പ്രൊഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമെന്നും കസ്റ്റമേഴ്സ് ഒരുപാട് അതിന് ആവശ്യപ്പെടുമെന്നും എന്നുള്ള ഒരു ടെൻഡൻസി ഡീലേഴ്സിനുള്ളിലുണ്ടാക്കി അവരെ മാക്സിമം ഈ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഡീലേഴ്സിനെ പ്രേരിപ്പിക്കുക. അട്രാക്റ്റീവ് പരസ്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ അത് കാണുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഇൻറ്റൻഷൻ, വാങ്ങാനുള്ള ഇൻറ്റൻഷൻ തോന്നുമെന്നും അത് കാരണം ഭാവിയിൽ ആ പ്രൊഡക്റ്റിൻ്റെ വില അല്ലെങ്കിൽ ഡിമാൻഡ് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുമെന്നും ആ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യക്കാർ വരുമെന്നും ഡീലേഴ്സിനുള്ളിൽ തോന്നിപ്പിക്കുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഡീലേഴ്സ് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് എടുത്ത് അവരുടെ സ്റ്റോക്കായിട്ട് വാങ്ങി വെക്കും. അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷനിലെ സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത്. തേർഡ് പോയിൻ്റാണ് അസിസ്റ്റിംഗ് ദ ഡീലേഴ്സ് ടു സെൽ. ഒരു പരസ്യം കൊണ്ട് ഒരിക്കലും ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, മറിച്ച് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കുന്ന ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, റീറ്റെയിലേഴ്സ് ഉണ്ടാവും, ഡീലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം ആ ഒരു പരസ്യങ്ങൾ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവർ ആ പരസ്യങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങി വെക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങൾ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള പരസ്യങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് അവർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് വിറ്റഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പരസ്യങ്ങൾ ഡീലേഴ്സിനെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പ്രൈമറി ലെവൽ ഫംഗ്ഷനാണ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു മാനുഫാക്ചറർ ഒരു പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സിമ്പിൾസും ലോഗോസും ഒക്കെ. അപ്പോൾ അത് നമ്മൾ പരസ്യത്തിൽ കൂടി കാണിച്ചു കഴിയുമ്പോൾ മറ്റ് ഉള്ളവർക്കൊന്നും അതിനെ പിന്നെ കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അതൊരു ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ സിമ്പിളാണ്, അത് രജിസ്റ്റേർഡുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ പരസ്യങ്ങൾ ഒരു മാനുഫാക്ചറുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുമാത്രമല്ല, അങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് വരുമ്പോൾ ആ ബ്രാൻഡിൻ്റെ പരസ്യം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ കസ്റ്റമേഴ്സിനും അങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ പരസ്യം കാണിക്കുന്നത് വഴി കോമ്പറ്റീറ്റേഴ്സിനൊന്നും ആ ഒരു ബ്രാൻഡിൻ്റെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പതിപ്പുകളൊന്നും വിപണിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. അടുത്ത പോയിൻ്റാണ് ഇൻക്രീസ് ദ പെർ ക്യാപിറ്റ യൂസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പെർ ക്യാപിറ്റ യൂസ്, അതായത് ഓഹരി ഉപയോഗം ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴി കൂട്ടാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പുതിയ ഉപയോഗങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന ഉപയോഗത്തിന് ഉപയോഗിക്കാം എന്നും അങ്ങനെയുള്ളൊരു ചിന്ത കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അവർ പിന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങും. അതാണ് പറഞ്ഞത്, ഒരു ഓർഡിനറി കസ്റ്റമർ വിചാരിക്കാത്ത ഒരു ഉപയോഗമുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് എന്ന് നമ്മളൊരു പരസ്യത്തിൽ കൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർക്ക് സാധിച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർ ക്യാപിറ്റ യൂസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിൻ്റാണ് റെഡ്യൂസിങ് സീസണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് മിക്കവാറും ചില പ്രൊഡക്റ്റുകൾക്ക് ചില സീസണുകളിൽ ഭയങ്കര ഡിമാൻഡായിരിക്കും, പക്ഷേ ചില സീസണുകളിൽ അതിന് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സീസണുകളിൽ അതിൻ്റെ സെയിൽസ് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് കുട സാധാരണയായിട്ട് സെയിൽ കൂടുന്നത് മഴക്കാലത്താണ്. അതിൽ മികച്ചൊരു എക്സാമ്പിൾ വേണം നമുക്ക് പറയാം, എയർ കണ്ടീഷണർ ഉപയോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത് സെയിൽ നടക്കുന്നത് ചൂടുകാലത്താണ്. തണുപ്പ് കാലത്ത് എയർ കണ്ടീഷണറിൻ്റെ സെയിൽസ് തീരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? നല്ലൊരു പരസ്യത്തിൽ കൂടി. ഇതുപോലെയുള്ള എയർ കണ്ടീഷണറും മറ്റുമൊക്കെ ഓഫ് സീസണുകളിൽ ഒരല്പം ഡിസ്കൗണ്ടിൽ വിൽക്കുകയാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് അത് വാങ്ങും. അപ്പം ആവശ്യമില്ലെന്ന് പറഞ്ഞാലും പിന്നീട് ചൂടുകാലം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ, ഇപ്പോൾ വില കുറച്ച് കിട്ടുന്നതല്ലേ എന്നുള്ളൊരു മൈൻഡിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങി വെക്കും. അതാണ് പരസ്യം കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സീസണൽ ഫ്ലക്ച്വേഷൻ, സെയിൽസിലുണ്ടാകുന്ന സീസണൽ ഫ്ലക്ച്വേഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അടുത്ത ഒരു പ്രൈമറി ലെവൽ ഫംഗ്ഷനാണ് ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ട് പരസ്യങ്ങൾ വഴി. കാരണം ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, AC, ഫ്രിഡ്ജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. സാധാരണക്കാരന് ഇതിനെപ്പറ്റി ഒന്നും സ്വപ്നം പോലും കാണാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു.
എന്നാൽ പരസ്യങ്ങൾ വന്നതോടുകൂടി ഈ പ്രൊഡക്റ്റ് എല്ലാം സാധാരണ കസ്റ്റമർക്ക് വളരെ ഫെമിലിയറായി. അപ്പോൾ അവർക്ക് പരസ്യങ്ങളിൽ കൂടി ഈ ഇങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജ്, TV, AC, കാറ്, വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാധാരണക്കാരിലേക്കും എത്താൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഈ പരസ്യങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങൾ പരസ്യങ്ങൾ കണ്ട് അവർ വാങ്ങിക്കഴിയുമ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയരും. അതാണ് അടുത്ത പ്രൈമറി ഫംഗ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രൈമറി ലെവൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ സെക്കൻഡറി ലെവൽ ഫംഗ്ഷൻസ് ആണ്. അതിലൊന്നാമത്തെയാണ് സപ്പോർട്ടിങ് ദ സെയിൽസ്മാൻ. പരസ്യങ്ങൾ സെയിൽസ്മാൻമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം പണ്ടൊരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങണമെങ്കിൽ ഒരു കടയിൽ ചെന്നിട്ട് ചോദിക്കും. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ കടയിൽ ചെന്ന് ചോദിക്കും, ചേട്ടാ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുണ്ട്, ഒരു 5000 രൂപയുണ്ട്, ആ 5000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു മൊബൈൽ ഫോൺ, നല്ല ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു മൊബൈൽ ഫോൺ ഏതാണെന്ന് പറഞ്ഞു തരാമോ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. പക്ഷേ പരസ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സ് അവെയറായി. അവർക്കറിയാം ഇന്ന പ്രൊഡക്റ്റിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്ന്, ഇന്ന വിലയ്ക്ക് അത് കിട്ടും എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ സെയിൽസ്മാൻമാർക്ക് അവർക്ക് അത്ര എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഈ ഇൻഫർമേഷൻസ് എല്ലാം കസ്റ്റമേഴ്സിന് അറിയാം. അവർ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇന്ന പ്രൊഡക്റ്റ് എനിക്ക് വേണമെന്ന് നേരിട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ സെയിൽസ്മാൻമാരുടെ എഫേർട്ട് അവിടെ കുറയും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സപ്ലൈ ഓഫ് റെലവൻറ്റ് ഇൻഫർമേഷൻ. അത് നമ്മൾ മുമ്പേ കണ്ടത് തന്നെയാണ്. ഒരു പ്രൊഡക്റ്റിനെ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണിലേക്ക്, അതുപോലെ ഡീലേഴ്സിലേക്ക്, അതുപോലെ എല്ലാവരിലേക്കും ഒരു പരസ്യത്തിന് എത്തിക്കാൻ വേണ്ടി കഴിയും. ഇത് വളരെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണ്. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അതായത് ഇൻഫർമേഷൻ അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടും ഒരു പരസ്യത്തിൽ കൂടി. അടുത്ത ഫംഗ്ഷനാണ് ഇംപ്രൂവിങ് കോർപ്പറേറ്റ് ഇമേജ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇമേജ് നല്ല ഒരു പരസ്യം കാണിച്ച് നല്ലൊരു പ്രൊഡക്റ്റാണ് അവർ തരുന്നതെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഇമേജ് വളരെയധികം വർദ്ധിക്കും. അതുകൂടാതെ ആ ഒരു ബ്രാൻഡിൽ, ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ കസ്റ്റമേഴ്സ് കൂടുതൽ കോൺഫിഡൻ്റ് ആവും. അങ്ങനെ വരുമ്പോഴത്തേന് ആ കമ്പനിയുടെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ കൂടും. അതായത് പിന്നീട് അവർ ഏതൊക്കെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ആ ഒരു പ്രൊഡക്റ്റിന്മേലെല്ലാം കസ്റ്റമേഴ്സിന് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അതൊരു കമ്പനിയുടെ ഇമേജ് കൂട്ടും. അടുത്ത പോയിൻ്റാണ് ഇൻക്രീസിങ് റെസ്പോൺസിബിലിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യത്തിൽ കൂടി ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഒരു കമ്പനി അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരത് പറയുമ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് കൂടുതൽ റെസ്പോൺസിബിൾ ആവും. പരസ്യത്തിനകത്ത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ തരുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കസ്റ്റമേഴ്സിലേക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ മാനേജേഴ്സ് കൂടുതൽ റെസ്പോൺസിബിൾ ആവും. ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചേ മതിയാകും എന്നുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ പരസ്യത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അവർ ആ പരസ്യത്തിൽ അവകാശപ്പെടുന്നത് പോലെ തന്നെ മികച്ച ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടും. ഈ ഉത്തരവാദിത്വം ആ മാനേജേഴ്സിൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ അവർ മാക്സിമം എഫേർട്ട് അതിനു വേണ്ടി ചിലവാക്കുന്നതാണ്. അടുത്ത ഫംഗ്ഷനാണ് അബ്സോർബിങ് എഫിഷ്യൻറ്റ് സ്റ്റാഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, ഒരു ബ്രാൻഡ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ച് അവർ കൂടുതൽ പോപ്പുലറായി കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിലേക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ധൈര്യത്തോടെ അപ്ലൈ ചെയ്യുള്ളൂ ജോലിക്ക് വേണ്ടി. അതായത് അത്ര എഫിഷ്യൻസി കുറഞ്ഞ ആൾക്കാർ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുറവാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനിക്ക്, പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അഡ്വർടൈസ്മെൻ്റ് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നീ കാര്യങ്ങളൊക്കെ ഉയർന്ന നിലയിലുള്ള എംപ്ലോയീസിനെ ആ ഒരു കമ്പനിക്ക് ലഭിക്കും. ഇത്രയുമാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ സെക്കൻഡറി ലെവൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്കണോമിക് ഫങ്ഷൻ, സോഷ്യൽ ഫങ്ഷൻ, സൈക്കോളജിക്കൽ ഫങ്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഇങ്ങനെ അഡ്വർടൈസിങ്ങിൻ്റെ ഫങ്ഷൻസിനെ നമുക്ക് 5ആയിട്ട് തിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അഡ്വർടൈസിങ് ഫങ്ഷൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമതായി അഡ്വർടൈസിങ്ങിൻ്റെ എക്കണോമിക് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അഡ്വർടൈസ്മെൻ്റ് ഒരു എക്കണോമിക് ഫങ്ഷനാണ്. ഇത് നമ്മുടെ കസ്റ്റമറെയും അതുപോലെ തന്നെ ഒരു മാനുഫാക്ചറേയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലെ ഡിമാൻഡിനെയും സപ്ലൈയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നൊരു എക്കണോമിക് ടൂളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചില എക്കണോമിക് ഫങ്ഷൻസിനെ പറ്റി ഇനി പറയാൻ പോകുന്നു. ആദ്യമായി
എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡിനെയും സെയിൽസിനെയും ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപുലമായ കൈമാറ്റം ഒരു രാജ്യത്തിനുള്ളിൽ നടക്കും. അങ്ങനെ വരുമ്പോഴത്തേന് ആ രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കോണമി ഡെവലപ്പാകും. അതാണ് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അഡ്വർടൈസ്മെൻറ്റിന് ഒരു പ്രധാന പങ്കുണ്ട്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കും. എങ്ങനെയാണെന്നറിയാമോ? അതായത് അഡ്വർടൈസ്മെൻറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വഴി ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ല, മിക്കവാറും ഏത് പ്രൊഡക്റ്റിൻ്റെയാണോ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത് ആ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡും പ്രൊഡക്ഷനും കൂടും. അങ്ങനെ വരുമ്പോഴത്തേന് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ കൂടുമ്പോൾ പല സ്ഥലത്തായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ ജോലിക്കായിട്ട് ഒരുപാട് ആവശ്യക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആ ഒരു രീതിയിൽ കൂടും. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. എല്ലാ തരത്തിലുള്ള മീഡിയേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരു മീഡിയയിൽ നമ്മളൊരു പരസ്യം ചെയ്യണമെങ്കിൽ ആ മീഡിയയ്ക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചർ കാശ് കൊടുക്കണം. അങ്ങനെ ഒരു പരസ്യം ഒരു മീഡിയയിൽ കാണിക്കുന്നത് വഴി ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് മീഡിയ പ്രതിഫലം വാങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. നാലാമതായിട്ട് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഒരു എക്കോണമിയിലെ മണി ഫ്ലോയെ ആക്സിലറേറ്റ് ചെയ്യുന്നു. എങ്ങനെ? അതായത് കസ്റ്റമേഴ്സിൻ്റെ സ്പെൻഡിങ് റേറ്റ് കൂടും. ഒരു പരസ്യം കണ്ടു കഴിയുമ്പോൾ ഒരു സാധനം വാങ്ങണമെന്ന് കസ്റ്റമേഴ്സിന് തോന്നിക്കഴിഞ്ഞാൽ അവരതിന് വാങ്ങാൻ വേണ്ടി പൈസ ചിലവാക്കും. അങ്ങനെ സ്പെൻഡിങ് റേറ്റ് കൂടും. സ്പെൻഡിങ് റേറ്റ് ആൻഡ് കൺസപ്ഷൻ റേറ്റ് കൂടുന്നത് എക്കോണമിയിലേക്കുള്ള മണി ഫ്ലോ അത് കൂടും. ഇനി അഞ്ചാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീഷനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനുണ്ടാകുന്ന കോമ്പറ്റീഷനെ തടഞ്ഞു നിർത്തുന്നതിന് അല്ലെങ്കിൽ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിന് ആ പ്രൊഡക്റ്റിനേക്കാൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ മുകളിൽ നിൽക്കാൻ വേണ്ടി പരസ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ സഹായിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിനുണ്ടാകുന്ന കോമ്പറ്റീഷനെ മാനേജ് ചെയ്യുന്നതിന് പരസ്യങ്ങൾക്ക് സാധിക്കും. അടുത്തതായി അഡ്വർടൈസ്മെൻ്റ് ഒരു സോഷ്യൽ ഫംഗ്ഷനാണ്. അതെ, അഡ്വർടൈസ്മെൻ്റ് ഒരു സോഷ്യൽ ഫംഗ്ഷനാണ്. എങ്ങനെ? അഡ്വർടൈസ്മെൻറ്റിൽ ചില സോഷ്യൽ ഫംഗ്ഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അഡ്വർടൈസ്മെൻ്റ് ഒരു സോഷ്യൽ ഫംഗ്ഷനാണെന്ന്. ഒന്നാമതായിട്ട് പറയുവാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് സെറ്റിംഗ് അപ്പ് എ സെർട്ടൻ പാറ്റേൺ ഓഫ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു പാറ്റേൺ അഡ്വർടൈസ്മെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് പറ്റും. രണ്ടാമതായി പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിന് കസ്റ്റമേഴ്സിനിടയിലുള്ള ഒരു ട്രഡീഷനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും അഡ്വർടൈസ്മെൻറ്റിനെ കൊണ്ട് സാധിക്കും. അതാണ് രണ്ടാമത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഒരു സോഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ ഉള്ള ഉദാഹരണമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം. അതായത് നിലവിലുള്ള ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ ബിൽഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാമോ? അതായത് മീഡിയാസിലും മറ്റുമൊക്കെ ആയിട്ട് ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസിൻ്റെ പരസ്യങ്ങൾ നാമൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ അത്തരം ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കും. അതായത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ സ്റ്റാറ്റസിനെ ഇമ്പ്രൂവ് ചെയ്യും, അതായത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ കൂട്ടാൻ സഹായിക്കും എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് അടുത്ത പോയിന്റ്. നാലാമതായിട്ട് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിനകത്ത് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമറായ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് എന്താണ് അതിൻ്റെ ഉപയോഗം, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം. എക്സാമ്പിൾ വിക്സ് വേപ്പറപ്പ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമ്മുടെ പനിക്കും തലവേദനയ്ക്കുമൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് വിക്സ് എന്ന് പറയുന്നത്. അതപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവരുടെ പരസ്യങ്ങളിൽ കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ ലൈഫ് ബോയ് ഹാൻഡ് വാഷ്, നിങ്ങൾക്കറിയാം ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോൾ ഹാൻഡ് വാഷ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് ലൈഫ് ബോയ് ഹാൻഡ് വാഷിൻ്റെ പരസ്യത്തിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമുക്ക് അഞ്ചാമത് പറയാൻ പറ്റുന്നത് പരസ്യങ്ങൾ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ തരുന്നു. അതായത് സാമൂഹ്യ പ്രാധാന്യമുള്ള മെസ്സേജുകൾ നമുക്ക് തരുന്നു. എങ്ങനെയാണെന്നറിയാമോ? അതായത് ഈ വെള്ളം പാഴാക്കരുത് എന്നുള്ള മെസ്സേജുകൾ തരുന്ന കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം നമ്മളെ ആ പരസ്യങ്ങൾ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു പരസ്യമുണ്ട്. അപ്പോൾ ഇത്തരം പരസ്യങ്ങൾ കൂടി ആ പരസ്യ കമ്പനികൾ നമ്മുടെ പൊതുജനത്തിന്
സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ തരും. അത് മറ്റൊരു സോഷ്യൽ ഫങ്ഷനാണ്. അടുത്തതായി അഡ്വർടൈസ്മെൻറ്റിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ആണ്. സൈക്കോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ മൈൻഡിനെ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പരസ്യം കസ്റ്റമറുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സൈക്കോളജിക്കൽ ഫങ്ഷൻ കൂടി ക്യാരി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമറുടെ മനസ്സിൽ അല്ലെങ്കിൽ അത് കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാലം വരെ നമുക്ക് ഈ കൺസ്യൂമർ റൈറ്റ്സിൻ്റെ ഒക്കെ പരസ്യങ്ങളുണ്ടല്ലോ, ഈ പരസ്യങ്ങൾ കാണുന്നത് വരെ ഇങ്ങനെ കൺസ്യൂമർ റൈറ്റ്സും കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഇത്തരം പരസ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ഒരു കസ്റ്റമറുടെ കേസിൽ എന്തെങ്കിലും ഫ്രോഡോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് പോകാം എന്നുള്ള കാര്യം സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്നത് ഈ ഒരു കൺസ്യൂമർ കോർട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ പരസ്യങ്ങളെ കൊണ്ട് പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു എന്ന് വിചാരിക്കാം. ജസ്റ്റ് ആ പരസ്യം കണ്ട ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം മതി, എന്താണെന്ന് അവെയർ ആയാൽ മാത്രം മതി. പക്ഷേ ആ പരസ്യങ്ങൾ കണ്ട് എന്നെ ആ പരസ്യങ്ങൾ അട്രാക്റ്റ് ചെയ്യിക്കും. അതായത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വരെ എന്നെ കൊണ്ട് എത്തിക്കും. അതാണ് ക്രിയേറ്റീവായിട്ടുള്ള പരസ്യങ്ങളുടെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു സാധനം കാണാൻ കടയിൽ ചെല്ലുന്ന ഒരാളെ കൊണ്ട് ആ സാധനം വാങ്ങിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ കസ്റ്റമർ ആക്കുക, അതാണ് അവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മളെ ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടി അട്രാക്റ്റ് ചെയ്യുന്നു. അത് മുമ്പേ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെ നമുക്കത് ഒന്നുകൂടി വേണമെങ്കിൽ പറയാൻ പറ്റും. നാലാമതായിട്ട് നമ്മുടെ മൈൻഡിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പരസ്യങ്ങളിൽ കൂടി തരുന്ന മെസ്സേജുകൾ അത് നമ്മുടെ മനസ്സിൽ കുറേ നാൾ കിടക്കും. അത് റിമെമ്പർ ചെയ്യാനും പിന്നെ അത് റീകളക്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അത്രയും നാളും കിടക്കും. അത് പരസ്യത്തിൻ്റെ മറ്റൊരു സൈക്കോളജിക്കൽ ഫങ്ഷനാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പാഴാക്കരുത്, സേവ് വാട്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു പരസ്യത്തിൻ്റെ ആ ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിൽ ദീർഘകാലം കിടക്കും. അഞ്ചാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം ഒരു കസ്റ്റമറുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് ആ ഒരു മനുഷ്യൻ്റെ ചില ചേതോവികാരങ്ങളെ അല്ലെങ്കിൽ ആ ചേതോവികാരങ്ങളിൽ മുറുക്കിപ്പിടിക്കും. അതായത് ഫിയർ, ആൻസൈറ്റി, ലവ് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളെ ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പിടിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പരസ്യം അത് നമ്മുടെ മനസ്സിലെ ആൻസൈറ്റിയും ഫിയറിനെയും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആൻസൈറ്റിയും ഫിയറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ബേബി കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പേരൻസിൻ്റെയും ചിൽഡ്രൻ്റെയും തമ്മിലുള്ള ആ ഒരു ലവ് ആൻഡ് അഫെക്ഷനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ആറാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്, അതായത് അവർ അഡ്വർടൈസ്മെൻറ്റിലൂടെ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് ആ ഒരു പരസ്യത്തിൻ്റെ മോഡൽ കാണിക്കുന്ന ആക്ഷൻസും മൂവ്മെൻറ്റും ഒക്കെ നമ്മളെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ തോന്നിപ്പിക്കും പരസ്യങ്ങൾ. അങ്ങനെ നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഈ സ്മോക്കിംഗ് ഹാബിറ്റ്, മിക്ക പരസ്യങ്ങളിലും പണ്ട് ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ പരസ്യങ്ങളും വേണ്ട ഈ മൂവികളിൽ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്മോക്കിംഗ് കണ്ട് അന്നത്തെ ഒരു ചെറുപ്പക്കാർ ഈ സ്മോക്കിംഗ് ഹാബിറ്റ് തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. സ്മോക്കിങ്ങിൻ്റെ കേസിൽ പരസ്യങ്ങളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നല്ല നല്ല മെസ്സേജുകൾ പരസ്യത്തിൽ കൂടി നൽകി കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുകരിക്കുന്നതിന് നമ്മൾ തോന്നിപ്പിക്കും പരസ്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് പരസ്യങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. നമുക്കറിയാം പരസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് പരസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള പരസ്യങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ ബൈയിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതുപോലെയുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസിനെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതായത് ആ ബ്രാൻഡിൻ്റെ നെയിം, ആ ബ്രാൻഡിൻ്റെ പ്രൈസ്, ആ ബ്രാൻഡിൻ്റെ ഫീച്ചേഴ്സ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന് കൈമാറുന്നു. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള പരസ്യങ്ങൾ വഴി ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നിലനിർത്താൻ വേണ്ടി പരസ്യങ്ങളെ കൊണ്ട് സാധിക്കും. അതായത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ആഴത്തിൽ പതിപ്പിക്കാൻ വേണ്ടി പരസ്യങ്ങൾക്ക് സാധിക്കും.
മൂന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് യൂസർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു വിക്സിൻ്റെ ലൈഫ് ബോയ് ഹാൻഡ് വാഷിൻ്റെ ഒക്കെ കാര്യം. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പരസ്യങ്ങളിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് അടുത്ത ഫംഗ്ഷൻ. നാലാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്സിനെ നമ്മുടെ പരസ്യങ്ങൾ അവോയ്ഡ് ചെയ്യും. ഒരു പരസ്യം കാണുമ്പോൾ, ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിൻ്റെ പരസ്യം കാണുമ്പോൾ നമുക്കറിയാം ഇന്ന ബ്രാൻഡാണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡും അതിൻ്റെ ഒറിജിനലും തമ്മിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അഡിഡാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അഡിബാസ് എന്നുള്ള പേരിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഇറങ്ങാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ളൊരു ബ്രാൻഡാണ് പ്യൂമയുടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റിൽ നിന്നല്ല നമുക്ക് ഒറിജിനൽ ബ്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പരസ്യങ്ങൾ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടുത്ത കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് സെയിൽസ്മാൻമാരെയും സെയിൽസ് പേഴ്സൺസിനെയും അതുപോലെ റീറ്റെയിലേഴ്സിനെയും ഒക്കെ, അല്ലെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് തരുന്ന കുറേ ഫംഗ്ഷൻസാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഒരു കസ്റ്റമറെ ക്യാൻവാസ് ചെയ്യുന്നു. എങ്ങനെ? അപ്പോൾ അവരെ സഹായിക്കുന്നത് തന്നെ ഈ പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കും ഇന്ന കാര്യങ്ങളാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ആ പരസ്യത്തിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ സെയിൽസ് പേഴ്സൺസിന് കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ക്യാൻവാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആ അറിവ് അവർക്ക് പരസ്യത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ അറിവ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി സെയിൽസ് പേഴ്സൺസിന് പറ്റും. ആറാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം വഴി ഒരു ഫേം അവരുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എൻക്വയറീസും അവരുടെ സജഷൻസും ഒക്കെ ആ കമ്പനിക്ക് കിട്ടും. അത്തരം റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവർക്ക് സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതിനും സെയിൽസ് കൂട്ടുന്നതിനുമൊക്കെ സഹായകരമാകും. അടുത്തതായി അഡ്വർടൈസ്മെൻറ്റിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു കീ എലമെൻ്റാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിമാൻഡ് കൂട്ടാനും അതുവഴി സെയിൽസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ആ പരസ്യത്തിൽ കാണുന്ന പ്രൊഡക്റ്റിനെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇത് കൂടാതെ അഡ്വർടൈസ്മെൻറ്റിന് ചില മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പരസ്യങ്ങൾ കാണുന്ന വഴി. അതായത് പരസ്യം കാണുന്ന വഴി നമുക്ക് പ്രൊഡക്റ്റുകളെല്ലാം ഫെമിലിയറാണ്. അപ്പോൾ അത് ഇന്ന പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമതായിട്ട് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിങ്ങിൽ നല്ലൊരു സപ്പോർട്ട് അഡ്വർടൈസ്മെൻറ്റിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പരസ്യത്തിൽ കൂടി അഡ്വർടൈസ്മെൻറ്റിന് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് നല്ലൊരു ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമതായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റിനോട് കണക്ട് ചെയ്ത് പറയാം. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജ് കസ്റ്റമറുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുമ്പോൾ സെയിൽസ് കൂടും. അതാണ് മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്നത്. കൂടാതെ പരസ്യങ്ങൾ വഴി പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അത് നാലാമതായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. അഞ്ചാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കൂട്ടും. അഡ്വർടൈസ്മെൻറ്റിന് ഒരു മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഒരു പരിധി വരെ കൂട്ടാൻ വേണ്ടി സാധിക്കും. പരസ്യത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങൾ തരുന്നതെന്നും അപ്പോൾ അതേ ക്വാളിറ്റി യഥാർത്ഥത്തിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. പിന്നെ അവർ ആ സാധനം വാങ്ങിക്കോളും. പിന്നെ അതുപോലെ തന്നെ അവർ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവർക്കും റെഫർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേന് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടും. അതാണ് പറഞ്ഞത്, അഡ്വർടൈസ്മെൻറ്റിന് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ആറാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചർക്ക് അയാളുടെ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നറിയാമോ? അതായത് അഡ്വർടൈസ്മെൻറ്റ് കൂട്ടി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടാനും പറ്റും, അഡ്വർടൈസ്മെൻറ്റ് കുറച്ച് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കുറയ്ക്കാനും പറ്റും. ഇതുപോലെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് പല സീസണുകളായിട്ട് മാനുഫാക്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടല്ലോ, അവർ പരസ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്യം ചെയ്തു. വൈദ്യുതി ഒരു പ്രധാനപ്പെട്ട റിസോഴ്സാണ്. അത് മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ പരസ്യം ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 5 തരത്തിലാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിനെ നമുക്ക് നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പറ്റുന്നത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വർടൈസ്മെൻറ്റിന് മാർക്കറ്റിംഗ് മിക്സിൽ എന്ത് റോളാണുള്ളത് എന്നാണ്. മാർക്കറ്റിങ്ങിൽ അഡ്വർടൈസ്മെൻറ്റിന് ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിലെ ഒരു എസെൻഷ്യൽ ടൂളായിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റിനെ പറയാൻ പറ്റും. അതായത് ഒരു മാർക്കറ്റിലെ കസ്റ്റമേഴ്സിനെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഈ പരസ്യങ്ങൾ കാണിക്കുക, അതായത് പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാർക്കറ്റിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിന് മാർക്കറ്റിംഗ് മിക്സിൽ എന്തൊക്കെ റോളുകളാണുള്ളതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഫെസിലിറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ റോൾ. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേമിനെ അഡ്വർടൈസ്മെൻറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമറുടെയും ഒരു പ്രൊഡക്റ്റിൻ്റെയും ഇടയിലുള്ള ഒരു ആക്ടിംഗ് ലിങ്കായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് അഡ്വർടൈസ്മെൻറ്റ് പ്രവർത്തിക്കുന്നു. ഇതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫെസിലിറ്റേഷൻ റോൾ എന്ന് പറഞ്ഞത്. അതായത് കസ്റ്റമറുടെയും പ്രൊഡക്റ്റിൻ്റെയും ഇടയിൽ ലിങ്കായിട്ട് നിൽക്കുന്നു. അതായത് അതിനെ രണ്ടുപേരെയും അല്ലെങ്കിൽ കസ്റ്റമറെയും പ്രൊഡക്റ്റിനെയും ലിങ്ക് ചെയ്യുന്നു, പരസ്പരം ലിങ്ക് ചെയ്യുന്നു. അതാണ് ഫെസിലിറ്റേഷൻ റോൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ റോൾ. അതായത് ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ഒരു പരസ്യം ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡ്, ആ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ പ്രൈസ്, എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇതെല്ലാം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ആ ഒരു റോളാണ് കമ്മ്യൂണിക്കേഷൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെർസുവേഷൻ റോൾ എന്ന് പറയും. അതായത് പെർസുവേഷൻ ടു ബൈ, ഒരു സാധനം വാങ്ങാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നു. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച പരസ്യങ്ങൾ വഴി ഒരു കസ്റ്റമറിൻ്റെ മനസ്സ് കീഴടക്കുകയാണ് ചെയ്യുന്നത് ഒരു ബ്രാൻഡ്. അപ്പോൾ ആ ബ്രാൻഡിനെ കുറിച്ച് ഒരു നല്ല ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ ഒരു കസ്റ്റമറെ കൊണ്ട് ആ ബ്രാൻഡ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതാണ് പെർസുവേഷീവ് റോൾ എന്ന് പറഞ്ഞാൽ. നാലാമത്തെ റോളാണ് ട്രാൻസ്ഫോർമേഷണൽ റോൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിന് ഒരു ബ്രാൻഡിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു ഒരു പരസ്യം. അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ വരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അറിയുക എന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് മേടിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്നു. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ വരുന്ന ഒരു വ്യക്തിയെ ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനോട് അത്ര ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നു. അതും അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ മറ്റൊരു ബ്രാൻഡിലേക്ക് ആകൃഷ്ടനാക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ ഒരു അഡ്വർടൈസ്മെൻറ്റിന് കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ ട്രാൻസ്ഫോർമേഷണൽ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത റോൾ എന്ന് പറഞ്ഞാൽ എക്കണോമിക് റോളാണ്. അതായത് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം ചില സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് കരുതി വാങ്ങുന്നതല്ല. അതായത് അതിനു മുമ്പ് പറയാം രണ്ട് കാര്യങ്ങളുണ്ട്, നീഡ്സും ഉണ്ട്, വാൺസും ഉണ്ട്. നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് ആ സാധനം. പക്ഷേ വാൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമല്ല, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകണം, നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹമാണ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പരസ്യം എങ്ങനെയാണ് ഡിമാൻഡ് കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീഡ്സിനെയും വാൺസിനെയും കൂട്ടും ഒരു പരസ്യം കാണിച്ചുകൊണ്ട്. അതായത് നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് പോയി വാങ്ങും. പക്ഷേ നമ്മുടെ വാണ്ടിനെ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റോട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ പരസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നമ്മുടെ നീഡ്സിനെയും വാണ്ടിനെയും അത് ക്യാച്ച് ചെയ്തിട്ട് അതുമൂലം ഡിമാൻഡ് കൂട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കും. അടുത്ത റോൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ റോളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ ഓഫ് സെയിൽസ് ആൻഡ് ഇൻക്രീസിങ് സെയിൽസ് വോളിയം. അതായത് സെയിൽസ് കൂട്ടുന്നു, പുതിയ സെയിൽസ് ഉണ്ടാക്കിയെടുക്കുന്നു, അതുപോലെ നിലവിലുള്ള സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യിക്കുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചെടുക്കുന്നു പരസ്യങ്ങൾ. അപ്പോൾ അതുവഴി കസ്റ്റമേഴ്സിനെ ഈ പ്രൊഡക്റ്റിലേക്ക് ആകർഷകരാക്കി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത റോളാണ് സൈക്കോളജിക്കൽ റോൾ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേഷൻ ഓഫ് ബ്രാൻഡ് ഇമേജ്. എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ മനസ്സിൽ ആ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ളൊരു നല്ല ഇമേജ് ഒരു പരസ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അതായത് ഞാനൊരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല പരസ്യമായിരിക്കണം, അതുപോലെ തന്നെ അവർ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും ആയിരിക്കണം. അപ്പം ഞാൻ ഒരു പ്രൊഡക്റ്റ് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യം കണ്ടു ആണ്. നല്ല പരസ്യങ്ങൾ നമ്മളെ ആകർഷിക്കും. അപ്പോൾ ആ ഒരു പരസ്യം കണ്ടുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ആ പരസ്യത്തിൽ പറയുന്ന അതേ ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ളൊരു നല്ല ഇമേജ് നമ്മുടെ മനസ്സിൽ നിൽക്കും. അതാണ് ക്രിയേഷൻ ഓഫ് ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞത്. മറ്റൊരു റോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് റീകളക്ഷൻ റോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡിങ് ദ ബ്രാൻഡ്. അതായത് ബ്രാൻഡിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഇങ്ങനൊരു ബ്രാൻഡ് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക കസ്റ്റമേഴ്സിനെ.
അതായത് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ, അതായത് റിമൈൻഡർ ആയിട്ടുള്ള പരസ്യങ്ങൾ നൽകുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളായിരിക്കും. അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ഇന്ന ബ്രാൻഡുമായിട്ട് മാർക്കറ്റിലുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നു. അതാണ് റീകളക്ഷൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത റോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് റിലേഷൻഷിപ്പ് റോൾ. അതായത് ക്രിയേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ബ്രാൻഡ് ലോയൽറ്റി. ഒരു മികച്ച ഒരു പരസ്യം ഇപ്പോൾ ഒരു കസ്റ്റമറായ എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടാക്കും, ആ ഒരു ബ്രാൻഡിനെ എൻ്റെ നീഡ്സും വാൺസും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ആ ഒരു മികച്ച പരസ്യം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ബ്രാൻഡിനോടൊരു ലോയൽറ്റി ഉണ്ടാകും. അങ്ങനെ ഓരോ കസ്റ്റമറുടെ മനസ്സിലും ഒരു മികച്ച പരസ്യം കൊണ്ട് ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അവിടെ പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടുത്ത റോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്ട്രാറ്റജിക് റോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ടു മാനേജ് കോമ്പറ്റീഷൻ. അതായത് ഒരു പുതിയ ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അവർക്ക് അവരുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ നേരിടണമെന്നുണ്ടെങ്കിൽ അവർ ക്ലെവറായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്താലേ ഒക്കത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് അല്പം വില കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഇച്ചിരി വില കൂടുതലാണെങ്കിലും നിങ്ങൾക്ക്, അതായത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന കാശിന് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവരപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു കമ്പനി ഇച്ചിരി വില കുറച്ചിട്ട് ഇറക്കുന്ന, അല്ലെങ്കിൽ ഒരു വിലക്കുറവുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ ആ വിലക്കുറവ് എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും അവരുടെ പരസ്യത്തിൽ അവർ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ സ്ട്രാറ്റജീസ് മാറും. അപ്പം അതാണ് പരസ്യങ്ങളുടെ സ്ട്രാറ്റജിക് റോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പല സ്ട്രാറ്റജീസ് അവർ അഡോപ്റ്റ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികളെ അവർ മാനേജ് ചെയ്യുന്നു. അടുത്ത ഒരു റോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സോഷ്യൽ റോൾ എന്ന് പറയും. അതായത് മെയിൻറ്റെയിനിങ് സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് നമ്മൾ മുമ്പേ കണ്ടതാണ്, ചില ബ്രാൻഡുകൾ, ചില പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം. ഉദാഹരണത്തിന് ലക്ഷറീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ അത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ സോഷ്യലി ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരായിട്ട് മാറും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം പരസ്യങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് സോഷ്യൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഒരു റോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ റോളാണ്. അതായത് ഒരു പരസ്യത്തിൽ കൂടി അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, പുതിയ അറിവുകൾ അവർക്ക് കൊടുക്കും. അതായത് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പരസ്യം വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പൊതുജന താല്പര്യാർത്ഥം കാണിക്കുന്ന ചില പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച്, സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച്, അതുപോലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഉള്ള പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പരസ്യങ്ങളൊക്കെ അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കസ്റ്റമേഴ്സിനെ ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹെൽത്ത് മിനിസ്ട്രി ഇഷ്യൂ ചെയ്യുന്നൊരു പരസ്യമുണ്ട് പുകയിലക്കെതിരെ. അതായത് ഒരു മനുഷ്യൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നാണ് അവരുടെ കൊട്ടേഷൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടുബാക്കോ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തിന് കേടാണെന്ന്, നിങ്ങളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുക എന്നുള്ളൊരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരു അറിവ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് അവർ ആ പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ മറ്റൊരു റോൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ റോളാണ്. അതായത് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്. അവരുടെ നിലവിലുള്ള മാർക്കറ്റിനെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മികച്ച പരസ്യങ്ങൾ ഉണ്ടാക്കി ആ പരസ്യങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് അവരുടെ പോപ്പുലാരിറ്റി കൂട്ടുക. അങ്ങനെയാകുമ്പോൾ അവരുടെ ആ ഒരു പോപ്പുലാരിറ്റി പല രാജ്യങ്ങളിലേക്കും, അല്ലെങ്കിൽ ലോകം മുഴുവനും എത്തിക്കാൻ വേണ്ടി അവർക്ക് പറ്റും. അപ്പോൾ അങ്ങനെ അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മറ്റൊരു റോൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പരസ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ലോക്കൽ ലെവലിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ഫേമിന് അവരുടെ ലെവലിൽ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും അവരുടെ പബ്ലിസിറ്റി എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും റോളുകളാണ് ഒരു പരസ്യത്തിന്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റിന് മാർക്കറ്റിംഗ് മിക്സിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റിന് മാർക്കറ്റിംഗ് മിക്സിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് റോളുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ആ റോളുകളെ നമുക്ക് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഫെസിലിറ്റേഷൻ റോളാണ്. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ റോളാണ്. തേർഡ് വൺ പെർsuasion റോള്. ഫോർത്ത് വൺ ട്രാൻസ്ഫോർമേഷണൽ റോള്. ഫിഫ്ത്ത് വൺ എക്കണോമിക് റോള്. സിക്സ്ത് വൺ കൊമേഴ്സ്യൽ റോള്. അടുത്തത് സൈക്കോളജിക്കൽ റോള്. അടുത്തത് റീകളക്ഷൻ റോള്. പിന്നീട് റിലേഷൻഷിപ്പ് റോൾ വരും. അത് കഴിഞ്ഞ് സ്ട്രാറ്റജിക് റോള്. അത് കഴിഞ്ഞ് സോഷ്യൽ റോള്. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ റോള്.
അവസാനത്തെയാണ് ഡെവലപ്മെൻറ്റൽ റോള്. അപ്പോൾ ഇത്രയും റോളുകളാണ് ഒരു അഡ്വർടൈസ്മെൻറ്റിന് മാർക്കറ്റിംഗ് മിക്സിലുള്ളത്.